35 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ 5 ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI കല്ലേപ്പാടം, പഴയന്നൂർ. CPM-നെതിരെ നടക്കുന്ന ദുഷ്പ്രചരണങ്ങൾക്കെതിരെ ചേലക്കര തോട്ടേക്കോട് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. CPM-നെതിരെ നടക്കുന്ന ദുഷ്പ്രചരണങ്ങൾക്കെതിരെ ചേലക്കര തോട്ടക്കോട് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. തോട്ടേക്കോട് സെൻട്രലിൽ നയിച്ചു നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ME മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് മനസ്സിലായി, ഇത് കേവലം ഒരു കുടിമരത്തിന്റെ വിഷയമല്ല. ഇത് സംസ്ഥാനത്തിനകത്ത് കോൺഗ്രസ് നടക്കുന്ന നാടകങ്ങളുടെ ഒരു പകർപ്പ് തോട്ടേക്കോട്ടിൽ നടന്നു എന്ന് മാത്രം. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമുക്കറിയാം, നമ്മുടെ തോന്നൂർക്കകത്ത് കോൺഗ്രസിൻ്റെ ഒരു കോട്ടയായിരുന്നല്ലോ പണ്ട് കാലത്ത്. ആ കോട്ടയ്ക്കകത്ത് നേരത്തെ അജയേട്ടൻ പറഞ്ഞ പോലെ 90ൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മളുടെ അജയേട്ടനെ പോലെയുള്ള ചെറുപ്പക്കാരുടെ വളർച്ച, ആ വളർച്ചയുടെ ഫലമായി ഈ നാടിനകത്ത് DYFIയുടെയും നമ്മുടെ പാർട്ടിയുടെയും നിരന്തരമായ ഇടപെടൽ മൂലം കഴിഞ്ഞ കുറേ വർഷങ്ങളായി, കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായി തോന്നൂർക്കകത്ത് നമുക്കുണ്ടായ രാഷ്ട്രീയ മുന്നേറ്റം ഇതെല്ലാം ആരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്? കോൺഗ്രസിനെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ആ കോൺഗ്രസിനെ ബുദ്ധിമുട്ടിലാക്കുന്നതിൻ്റെ ഫലമാണ് എങ്ങനെയാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 4 മാസങ്ങൾ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അടുത്ത ഒരു 6 മാസങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പും, ഈ 2 തെരഞ്ഞെടുപ്പുകളിലും വിജയിക്കുക, അല്ലെങ്കിൽ പോയ ഭരണം തിരിച്ചുപിടിക്കുക, അല്ലെങ്കിൽ കാലങ്ങളായി സംസ്ഥാനത്തിനകത്ത് തന്നെ കോൺഗ്രസിനെ അകറ്റി നിർത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മാറ്റി എങ്ങനെയാണ് തിരിച്ച് അധികാരത്തിൽ വരിക എന്ന് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം തന്നെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങളുമായി നമ്മുടെ പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. നമുക്കറിയാലോ, CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രദേശത്തും MK അജയൻ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. CPM നേതാക്കളായ TN പ്രഭാകരൻ, OS സജി, PS അജയകുമാർ, സുജാത, അജയൻ A, ബാലകൃഷ്ണൻ തുടങ്ങിയവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ഇത് പകരാണെന്നാണ് പറയുന്നത്. ആ വീണ കൊടിമരം CPM മുറിച്ചിട്ടതാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ DYFIക്കാരെ മുറിച്ചിട്ടതാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഇവിടുത്തെ മറ്റ് വർഗ ബഹുജന സംഘടനകളുടെ ഏതെങ്കിലും കുട്ടികൾ മുറിച്ചിട്ടതാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതൊന്നുമില്ലാതെ അതിൻ്റെ ബൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കെ സാമൂഹ്യ വിരുദ്ധർ മറച്ചിട്ടെന്ന് പറഞ്ഞു. സാമൂഹ്യ വിരുദ്ധരായ ആളുകൾ പലരുമുണ്ട്. ആ ആളുകൾ മറച്ചിട്ടതാണെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാ ബൈറ്റിൻ്റെ അവസാനത്തിൽ പറഞ്ഞു CPM മറച്ചിട്ടെന്ന്? CPM ആണ് മറിച്ചിട്ടുണ്ടെങ്കിൽ, CPM തന്നെ ഒരു കൊടിമരം മറിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഒന്നും വേണമെന്നില്ല, പകൽ മുറിച്ചിടും. എന്തിനാ രാത്രി ഒന്നും വേണമെന്നില്ല, നിങ്ങൾ അങ്ങനെയൊന്നും ധരിക്കണ്ട. പകൽ മുറിക്കണമെങ്കിൽ മുറിച്ചിടും, അത് യാതൊരു സംശയവുമില്ല. ഈ കേരളത്തിനകത്ത് നിങ്ങൾക്ക് ചില സ്വാധീനമുള്ള മേഖലയ്ക്കകത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വാധീനമുണ്ടെന്ന് സ്വയം തോന്നിയിട്ടോ, അത് തോട്ടേക്കോട് ഞങ്ങളുടെ സ്വാധീന മേഖലയാണെന്ന് തോന്നിയിട്ടോ ഇവിടെയുള്ള CPM-മാരുടെ നേർക്ക് വന്നാൽ, വരാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് CCTV.